പ്രൈസ് ലോർഡ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ തക്കാളി പറിക്കുമ്പോൾ 2 കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള 2 ടിപ്സുകൾ തരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, നമ്മളെന്തെങ്കിലും ഒരു സാധനം നമുക്കറിയാം ഒരു സ്ഥലത്ത് വെച്ചെന്ന്, പിന്നെ അത് കാണാതെ പോകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അത് തേടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബിസി ആകുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ പോട്ടെ കല്ലി വലിയെന്ന് വിചാരിക്കും. പക്ഷേ ഇന്ന് രാവിലെ അതുപോലെ ഒരു സ്ക്രേപ്പർ പൊട്ടറ്റോ പീൽ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല. പക്ഷേ എനിക്കറിയാം ഞാനത് ഇട്ട് വെച്ചത് ഓർമ്മയുണ്ട് ഒരു വലിയ പാത്രത്തിൽ. അപ്പം ഞാനത് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട്, എന്തായാലും എത്ര തപ്പിയിട്ടും കിട്ടുന്നില്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അത് എടുത്ത് പുറത്തോട്ടൊന്ന് വെയിലത്തോട്ട് നോക്കിയപ്പം അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത്, സ്പിരിച്വൽ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ആഴത്തിൽ ഇറങ്ങിയാലേ ലഭിക്കത്തുള്ളൂ. ഗുപ്തനിധികൾ വേണമെങ്കിൽ കുറച്ച് ആഴത്തിൽ നമ്മൾ പോയേ പറ്റൂ. സോ നമുക്ക് ദൈവം ഒത്തിരി കൃപാവരങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു. ആ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മളതിന് വില കൊടുക്കണം. അത് സാധനമുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ, എല്ലാ കാര്യങ്ങളും സ്റ്റോർഡാണ്. അതിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കണമെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, അരി കഴുകിയപ്പോൾ വെള്ളം, ഇവിടെ എല്ലാവർക്കും ഇന്നലെ പുതിയ മണ്ണൊക്കെ ഇട്ടു, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഇന്നിനി വെള്ളം വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു അരി കഴുകിയ വെള്ളം വെറുതെ കളയണ്ടല്ലോ, ഈ വെള്ളം എന്ത് ചെയ്യും എന്ന് വിചാരിച്ചപ്പോൾ അവിടെ വേറൊരു ചെടിയുണ്ട്, അതിന് വെള്ളം കുടിയെന്നാണ് അതിൻ്റെ പേര്. എപ്പോഴും അതിന് വെള്ളം ആവശ്യം, എത്ര വെള്ളം കൊടുത്താലും അത് കുടിച്ചോളും. മഞ്ഞപ്പൂ വരുന്നൊരു ചെടി, പടരുന്നതാണ് മേലോട്ടൊക്കെ. അപ്പോൾ അതിന് ആവശ്യം. അപ്പോൾ ഞാൻ വെച്ച് എന്തിനാണ് കളയുന്നത്, അതിന് കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാകത്തുമില്ല, അവർക്ക് ഡൈജസ്റ്റ് ആകത്തുമില്ല. ചിലതിന് എന്നും സപ്പോർട്ട് ആവശ്യമാണ്, നീരുറവ ആവശ്യമാണ്, വചനം ആവശ്യമാണ്, ഇൻസ്പിറേഷൻ ആവശ്യമാണ്. അപ്പം നമ്മൾ ഏത് രീതിയിലാണോ, എല്ലാ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കാതെ നമ്മളെ വിളിക്കും തെരഞ്ഞെടുപ്പിനും അനുസരിച്ച് ഓട്ടക്കളത്തിൽ നമ്മൾ മുന്നോട്ട് ഓടുക. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. നമ്മൾ നട്ടതെല്ലാം ഫലമുണ്ടാകും, തീർച്ചയായിട്ടും ഫലമുണ്ടാകും. കാത്തിരിക്കുന്നവനാണ് കൊയ്യുന്നത്. ഹല്ലേലൂയ. സോ നമ്മൾ ഇത്രയും തക്കാളി ഇന്ന് പറിച്ചെടുത്തു. അത് പറിക്കുമ്പോൾ ഉള്ളതിൻ്റെ സന്തോഷം, അതിൻ്റെ ഒരു സ്പെഷ്യൽ മണം, എല്ലാം കൂടെ ഭയങ്കര സന്തോഷം. ഒരു കാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന, ഒരു ചെടി പോലും കാണാനില്ലായിരുന്ന, ഒരു ബാൽക്കണി പോലും ഇല്ലാതിരുന്ന സമയങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ പുതിയ മുളകിൻ്റെ ഒരു വന്നപ്പം അതിലേക്കാട്ടി ഭയങ്കര സന്തോഷം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ബ്ലെസ്സിങ്ങിന് മുമ്പ് നമ്മുടെ സോളിനെ ദൈവം ഡിസൈൻ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ നിന്ന് കൊടുക്കുക. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ give up. Never give up. He has a great plan about you. Amen. You are chosen.